കുറച്ച് കഞ്ഞി എടുക്കട്ടെ സാറേന്ന് വെച്ചാൽ ഈ സൈഡ് ഡിഷ് എല്ലാം കണ്ടാൽ നിങ്ങൾ വേണ്ടെന്ന് പറയോ. നല്ല വയറ് നിറച്ചും കഞ്ഞി കിട്ടുന്നൊരു സ്ഥലം. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു, ബീഫിലേക്ക് പുളിനാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ആ മസാലയോടുള്ള 2 കഷ്ണം ബീഫ് എടുത്തിട്ട് ഈ കഞ്ഞിയിലിട്ടിട്ട് എന്ത് ചെയ്യുക, സ്പൂൺ എടുത്തിട്ട് അങ്ങ് കോരി കുടിക്കുക. അപ്പോൾ ബീഫിലെല്ലാം ഇങ്ങനെ കലർന്ന ആ മസാലയെല്ലാം ആയിട്ട് കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് വറവ്, അവിയൽ, അച്ചാറ്, ചമ്മന്തി ഉണ്ടാവലുണ്ടോലും വില കൂടിപ്പോയോണ്ട് ആക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചമ്മന്തി, പിന്നെ മീൻ പൊരിച്ചതും കുറച്ച് കച്ചമ്പറും കുറച്ച് മോരും ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, അങ്ങ് ഒരു സ്പൂൺ എടുത്തിട്ട് കോരിയിട്ട് അങ്ങ് കുടിക്കുക. ആദ്യം ഞാൻ പരിഷ്കാരിയല്ലേ അതിനേനു സ്പൂണെല്ലാം എടുത്തിട്ട് കോരി കുടിക്കലും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓംലെറ്റും വാങ്ങിനും നെത്തലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക, ഇട്ടിട്ട് വയ്യ കയ്യോടായി. അതിൻ്റെ നമുക്ക് യഥാർത്ഥത്തിലൊരു മലയാളിക്ക് ഇതെല്ലാം ഭാര്യയിട്ട് തിന്നാലൊരു രസം ഉണ്ടാവും. ലാസ്റ്റ് ഇതിൻ്റെ കഞ്ഞിയും വള്ളി ഈ ഒരു പരുവത്തിലാവും. അതൊന്ന് കുടിക്കണം, അടിപൊളിയാണ്. ഞാൻ എൻ്റെ യാത്രയിൽ പെട്ടെന്ന് കണ്ടൊരു സ്പോട്ടാണ്. അപ്പോൾ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് കയറിയിട്ട് കിടിലം പോലത്തെ ഫുഡ് കിട്ടി. അപ്പോൾ തളിപ്പറമ്പ് നിന്ന് ആലക്കോട് പോകുന്ന വഴി കായാട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്പോട്ട്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ എന്തായാലും ട്രൈ ചെയ്തോ. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ചുക്കുണു സ്പോട്ട്ലൈറ്റ്.